ഇന്ന് വളരെ സുപ്രധാനമായ മറ്റ് ബില്ലുകളൊക്കെ അവതരിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന ദിവസം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ അതടക്കം തടസ്സപ്പെടും അല്ലേ? ഇങ്ങനെയാണെങ്കിൽ ബില്ല് അവതരിപ്പിക്കാൻ കഴിയില്ല ജിൽസി. കാരണം ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട 6 ബില്ലുകളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ബില്ലുകൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട ബില്ലെന്ന് പറയുമ്പോൾ അപ്പോൾ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ വേണ്ടി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ 7 ദിവസത്തിനകം വിളിക്കണം എന്നടക്കമുള്ള ഭേദഗതികൾ കൊണ്ടുവരുന്ന സർവകലാശാല ഭേദഗതി ബിൽ അടക്കം ഇന്ന് വരാനുള്ളതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സഭാ നടപടികൾ മുന്നോട്ട് പോയാൽ മാത്രമേ ആ ബില്ല് അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ചർച്ചയില്ലാതെ അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സഭ പുനരാരംഭിക്കും. പുനരാരംഭിച്ചാൽ പോലും സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. സൈഫ്, ഈ വിഷയത്തിന്റെ ഗൗരവം അതിനപ്പുറത്തേക്ക് എത്ര വലിയ ഒരു ആയുധമാണ് പ്രതിപക്ഷത്തിന് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത്? നമ്മൾ ഈ സഭാ കാലയളവിൽ തുടക്കത്തിൽ പോലീസ് അതിക്രമങ്ങൾ അടിയന്തര പ്രമേയമായി വന്ന് നമ്മൾ കണ്ടതാണ്. വിലക്കയറ്റം വന്നിരുന്നു. പക്ഷേ അതിനേക്കാളും ഒക്കെ മുകളിൽ ഇതൊരു സുവർണാവസരമായോ, അങ്ങനെ ഒരു വാക്ക് എടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ എനിക്കറിയില്ല, അതൊരു സുവർണാവസരമായി പ്രതിപക്ഷം കാണുന്നുണ്ടോ? അങ്ങനത്തെങ്കിൽ എത്ര വലിയ പ്രതിരോധത്തിൽ ഭരണപക്ഷവും സർക്കാരും പോയിട്ടുണ്ട് ഇക്കാര്യത്തിൽ? ഇനിയുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വേണം ഇതിനെ കണക്ട് ചെയ്യാൻ എന്ന് തോന്നുന്നു സൈഫുദ്ദീൻ. കാരണം ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന സമയത്ത് SNDPയുടെ പിന്തുണ ഉണ്ടാകുന്നു, പിന്നീട് NSSന്റെ പിന്തുണ ഉണ്ടാകുന്നു. NSSന്റെ പ്രതിനിധി അവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വിശ്വാസകാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിശ്വാസമാണ് എന്ന് പരസ്യമായി പറയുന്നു. ഈ 9.5 വർഷക്കാലത്തിനിടയിൽ സുകുമാരൻ നായർ അങ്ങനെ ഒരു വാചകം എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. കേരളത്തിൽ 2 പ്രബലമായ സംഘടനകൾ അത് സംസ്ഥാന സർക്കാരിനെ വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഊർജം നൽകുന്ന കാര്യമാണ്. അങ്ങനെ അവിടെ ഒരു തിരിച്ചടി, ചെറിയ രീതിയിലൊരു തിരിച്ചടി പ്രതിപക്ഷത്തിന് നേരിടുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്, ഇത് ഞങ്ങൾക്കത് വിഷയമല്ല, ഞങ്ങൾ NSSുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്കൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ NSSന്റെയും പിന്തുണ, SNDPയുടെ പിന്തുണയൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ചയായി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വിഷയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉന്നയിക്കുന്ന സമയത്തും പ്രതിപക്ഷ നേതാവ് പുറത്തു വന്ന് പറഞ്ഞത് ശബരിമലയിലെ സ്വർണം കട്ടവരാണ് അയ്യപ്പ സംഗമം നടത്തിയതെന്ന വാചകമാണ് പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ചത്. അന്നു മുതൽ ഇത് കുറച്ചുകൂടെ ഗൗരവ സ്വഭാവത്തിലെടുത്ത് വിഷയമാക്കി മാറ്റണമെന്ന് പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നു. അവിടെ ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായ ഒരു ചെറിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. ആ തിരിച്ചടിയെ മറികടക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിന് കിട്ടിയ വലിയ രാഷ്ട്രീയ ആയുധം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ ഒരു സുവർണാവസരം എന്നൊക്കെ പറയുന്ന ആ വാചകം അത് ഉപയോഗിച്ചാലും തെറ്റില്ല. അങ്ങനെ ഒരു സുവർണാവസരമാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷത്തിലേക്ക് വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ആ സുവർണാവസരത്തെ ഉപയോഗിക്കാൻ വേണ്ടി പ്രതിപക്ഷം പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുതന്നെയാണ് നമുക്ക് രാവിലെ 9 മണി മുതൽ ചോദ്യോത്തരവേള മുതൽ നിയമസഭയിൽ കാണാൻ കഴിയുന്നത്. ഇനി എന്താണ് നിലപാട്? ഇപ്പോൾ സഭ പുനരാരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കും. പ്രതിപക്ഷത്തിൻ്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് അതിനകത്ത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ വിഷയം വിടാൻ വേണ്ടി അവർ തീരുമാനിച്ചില്ല. അവരുടെ ആവശ്യം ദേവസ്വം മന്ത്രി രാജിവെക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് വിശ്വാസ സമൂഹത്തിനിടയിൽ വലിയ രീതിയിൽ കത്തിച്ചെടുക്കാൻ വേണ്ടിയുള്ള ആഗോള അയ്യപ്പ സംഗമം ചർച്ചയായതുപോലെ തന്നെ ഈ അയ്യപ്പപ്പാളി, ഈ സ്വർണ്ണപ്പാളി വിവാദം അത് കത്തിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് നിയമസഭയിൽ ഉയർത്തിക്കൊണ്ട് തന്നെ വിവാദമാക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. സൈഫുദ്ദീൻ. സൈഫ്, അതുപോലെ തന്നെ പ്രതിപക്ഷം എത്രത്തോളം അഗ്രസീവാണോ അത്രത്തോളം അഗ്രസീവാണ് ഭരണപക്ഷവും. അവരൊരു ഡിഫൻസിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. നേരത്തെ കണ്ട ദൃശ്യങ്ങളെ അധികരിച്ചാണ് ഞാനത് പറയുന്നത്. കാരണം ധനമന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തോട് വന്നിട്ട് സ്പീക്കറെ കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ഉത്തരം തടസ്സപ്പെടുത്തുകയും മാത്രമല്ല ഇങ്ങോട്ട് അഗ്രസീവ് ആകുമ്പോൾ അങ്ങോട്ട് അതേ പടിയിൽ തന്നെ നിൽക്കാമെന്നാണ് ഭരണപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഈ ആവശ്യമൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല പ്രതിപക്ഷത്തിന്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 കൂട്ടരും അങ്ങ് കട്ടയ്ക്ക് നിൽക്കുകയാണ്. അതെ, വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ മാത്രമല്ല ജിൽസി, നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ സഭയിൽ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു ദൃശ്യമുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ
മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇറങ്ങി വരുന്നൊരു ശിവൻകുട്ടിയെ തടയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ഈ പ്രതിഷേധങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ രീതി വെച്ചിട്ട് അദ്ദേഹം പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് മാറും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിന്റെ ഭാഗമായിട്ടും ഭരണപക്ഷത്തെ മറ്റു മന്ത്രിമാരും ആ പ്രതിഷേധത്തിന്റെ സ്വഭാവത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവരൊരു വിട്ടുവീഴ്ചയ്ക്കും അവരും തയ്യാറല്ല. കാരണം ഒരു പ്രതിരോധത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം കയറി അറ്റാക്ക് ചെയ്യും എന്ന ബോധ്യം ഭരണപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പ്രതിരോധ സ്വഭാവത്തിലേക്ക് അവർ എത്തിച്ചേരില്ല എന്നുള്ളതാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സഭ തുടങ്ങിയാലും തിരിച്ച് ഇവരെങ്ങനെയാണോ പ്രതിഷേധിക്കുന്നത്, പ്രതിപക്ഷം എങ്ങനെയാണോ പ്രതിഷേധിക്കുന്നത്, അതേ അറ്റാക്കിംഗ് മോഡിൽ തിരിച്ചുള്ളൊരു പ്രതിരോധം അത് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഒരു ഘട്ടത്തിൽ ബാക്കിലോട്ട് പോകാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. സഭ തുടങ്ങിയപ്പോൾ